Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ബികോം 4 സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുമാത്രമല്ല ഹൈ സ്കോറിലോട്ട് പോകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. വരും സെമസ്റ്ററുകളുടെ ക്ലാസ്സിനൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ QT പേപ്പറിൻ്റെ പ്രത്യേകത, കഴിഞ്ഞ വർഷമാണ് 2019 സിലബസ് വന്നതിന് ശേഷം കറക്റ്റ് സിലബസ് ഫോളോ ചെയ്തിട്ടുള്ളൊരു പേപ്പർ വന്നിട്ടുള്ളത്. അതിനേക്കാൾ മുമ്പുള്ള പല പേപ്പറുകളിലും 2018 സിലബസിലത്തെ പല ചോദ്യങ്ങളും ആ സിലബസിലത്തെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല പുതിയ സിലബസിലത്തെ ചോദ്യങ്ങളുടെ എണ്ണവും വളരെ കുറവായിരുന്നു. 2023 ശരിക്കും പറഞ്ഞാൽ ആ പുതിയ മാറ്റം ആ ഒരു ഏരിയാസിൽ നിന്നും ചോദ്യങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഓക്കെ, കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പലരും നോക്കിയിട്ട് ഹൈപ്പോത്തസിസിന്റെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് പഠിക്കാനില്ല, പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു മറുപടി പറഞ്ഞത്. ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നോക്കുന്ന സമയത്ത് തിയറി ഏരിയാസ് വളരെ കൂടുതലായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയാകുന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. സോ അതും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഈ ഒരു പേപ്പർ നമുക്കറിയാം ഒരുപാട് കുട്ടികൾക്ക് ഫെയിലിയർ അല്ലെങ്കിൽ അരിയർ കിട്ടുന്നൊരു പേപ്പറാണ്. കാരണം ടഫസ്റ്റ് പ്രോബ്ലംസ് ഒരുപാടുണ്ട്. നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ പാസ്സാകാൻ സാധിക്കുള്ളൂ. എന്നാലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റിപ്പീറ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിലോട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കും. എങ്ങനെ? ഞാൻ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ 3 പാർട്ടാക്കി പഠിക്കാൻ പറയാറുണ്ട്. ഫസ്റ്റ് പാർട്ട്, ഏറ്റവും ഈസിയസ്റ്റ് പാർട്ട്, ചാപ്റ്റർ നമ്പർ 1 QTയുടെ ബേസിക്സ്, ദെൻ കോറിലേഷൻ റിഗ്രഷൻ, ഇതാണ് ആദ്യത്തെ ഘട്ട. ദെൻ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മറ്റൊരു ഘട്ട. അതിനുശേഷം ലാസ്റ്റ് പുതിയ സിലബസ് പ്രകാരം വന്നിട്ടുള്ള ലീനിയർ പ്രോഗ്രാമിംഗ്, ഡിസിഷൻ, മറ്റു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മറ്റൊരു ഘട്ടം. അങ്ങനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടും ഹൈ സ്കോറിലോട്ട് പോകാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഫസ്റ്റ് പാർട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പാസ് ആകാൻ സാധിക്കും. ഓക്കെ, ദെൻ ഞാൻ എപ്പോഴും ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന 2 പാർട്ടായിട്ടുള്ള എയും സിയിലോട്ടും ഫോക്കസ് ചെയ്താൽ തന്നെ ഈസി ആയിട്ട് പാസ്സാകും. കാരണം എന്താ, നമുക്ക് ഇന്റേണൽ 20ൽ 10 മാർക്കെങ്കിലും, ഞാൻ എപ്പോഴും പറയുന്ന സ്ട്രാറ്റജി, 10 മാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 25 മാർക്ക് ഔട്ട് ഓഫ് 80 ലഭിക്കാൻ നമ്മൾ ഈ പറയുന്ന ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ പാർട്ട് എയില് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ, ആ ഒരു എക്സാം പാറ്റേൺ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. എല്ലാ പ്രാവശ്യവും ഈ ഒരു സബ്ജക്റ്റിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് പാറ്റേൺ എന്ന് പറയുന്നത്, എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് QT എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ലിമിറ്റേഷൻ, അതിൻ്റെ യൂസസോ അങ്ങനെ ബേസിക്സ് ഏതെങ്കിലും നമുക്ക് 2 മാർക്കിൻ്റെ ഒരു 2 ചോദ്യങ്ങൾ എപ്പോഴും വരാറുള്ളതാണ്, 4 മാർക്ക്. ദെൻ എപ്പോഴും നമുക്ക് പ്രോബിലിറ്റിൻ്റെ ബേസിക് ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. റാൻഡം എക്സ്പെരിമെന്റ് എന്താണ്, ഈക്വലി ലൈക്ലി, മ്യൂച്വലി എക്സ്ക്ലൂസീവ്, എക്സോസ്റ്റീവ് ഇവന്റ്സ്, ഇവന്റ് എന്താണ്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ. പ്രോബിലിറ്റി എന്താണ്, അതിൻ്റെ ഏതെങ്കിലും ഡെഫിനിഷൻ, ഓക്സിമാറ്റിക് ഡെഫിനിഷൻ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ ഏതെങ്കിലും ഡെഫിനിഷൻ. ബയാസ് തിയറം എന്താണ്, ഇൻവേഴ്സ് പ്രോബിലിറ്റി എന്താണ്, അങ്ങനെ പ്രോബിലിറ്റിൻ്റെ ബേസിക് ചോദ്യങ്ങൾ എല്ലാ പ്രാവശ്യവും വരാറുള്ളതാണ്. ഇത് പഠിക്കാൻ അധികം സമയം വേണ്ട. ദെൻ കോറിലേഷൻ, ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയ. കോറിലേഷൻ എന്താണ്, റിഗ്രഷൻ എന്താണ്, കോറിലേഷനിലെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരു കോറിലേഷൻ, റാങ്ക് കോറിലേഷൻ, സ്റ്റാൻഡേർഡ് എറർ, ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്.
ദെൻ കോഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്താണ്, ഒരു 2 വർഷത്തെ പേപ്പറിൽ വന്നുള്ളൊരു ചോദ്യമാണ്. കൺകറന്റ് ഡീവിയേഷൻ എന്താണ്, സ്കാറ്റേർഡ് ഡയഗ്രാം എന്താണ്, ഇതൊക്കെ റിപ്പീറ്റ് തിയറി ചോദ്യങ്ങളാണ്. നിർബന്ധമായും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നാളത്തെ എക്സാമിന് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദെൻ അതുമാത്രമല്ല നമ്മൾ 3 ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. നമ്പർ 1 പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ, നമ്പർ 2 നമ്പർ 3 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളൊരു ചോദ്യം ഇതൊക്കെ പാർട്ട് എയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് ഏറ്റവും അവസാനം കിടക്കുന്ന ലാസ്റ്റ് കട്ടയായിട്ടുള്ള അതിൽ ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണ്, ഡിസിഷൻ ട്രീ എന്താണ്, അതുപോലെ തന്നെ നോഡ്, ബ്രാഞ്ചസ്, ഇതൊക്കെ എന്താണ്, ടേമുകൾ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. നിർബന്ധമായും നോക്കി വെക്കുക. ദെൻ എല്ലാ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു 15 ചോദ്യത്തിൽ ഒരു 2 ചോദ്യം വരെ മിനിമം നമുക്ക് പ്രോബബിലിറ്റീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, കുഞ്ഞു പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ 3 എണ്ണം വരാതെ ഉണ്ടാവാറുണ്ട്. മിനിമം 2 മാക്സിമം 3 ചോദ്യങ്ങൾ. ദെൻ കൊസേഷൻ എന്താണ്, ഡിഫറൻഷിയേഷൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് റിപ്പീറ്റ് ചോദ്യങ്ങൾ പാർട്ട് എയിൽ കണ്ടുവരാറ്. അപ്പോൾ ഈ തിയറി ചോദ്യങ്ങളിൽ നിന്ന് ഒരു 5ഓ 6ഓ കിട്ടാൻ ഒരു പാടുമില്ല. സോ ആ രീതിയിൽ നമുക്കൊരു 12 മാർക്ക് കിട്ടാൻ സാധിക്കുമെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ, അതുപോലെ തന്നെ റിഗ്രഷൻ, കോറിലേഷൻ, പ്രോബബിലിറ്റിയുടെ ബേസിക് തിയറി, പിന്നെ ഞാൻ ഈ പറഞ്ഞ ഏരിയാസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഒരു 5 മാർക്ക് ഫസ്റ്റ് പാർട്ട് ആയിട്ടുള്ള 3 ചാപ്റ്ററുകളില്ലേ, ബേസിക് ചാപ്റ്റർ ആയിട്ടുള്ള QT, കോറിലേഷൻ, റിഗ്രഷൻ, ഇത് നോക്കിയാൽ തന്നെ നമുക്ക് ഒരു 5 എണ്ണം കിട്ടാൻ ഒരു പാടുമില്ല. അതിൽ നിന്ന് തന്നെ റാങ്ക്, കോറിലേഷൻ, ഇതൊക്കെ റിപ്പീറ്റ് ആണ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ നേരെ ചാടി വരേണ്ടത് പാർട്ട് സിയിലോട്ടാണ്. പാർട്ട് സിയിൽ 4 എസ്സേയിൽ ചിലപ്പോൾ 2 പ്രോബ്ലം 2 തിയറിയും അങ്ങനെ വരാറുണ്ട്. അപ്പോൾ 2 പ്രോബ്ലത്തിൽ എല്ലാ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കോറിലേഷനോ റിഗ്രഷനോ ഇതിലേതെങ്കിലും ഒരു എസ്സേ പ്രോബ്ലം ആയിട്ട് എന്തായാലും പ്രതീക്ഷിക്കാം. മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫുൾ മാർക്ക് അടിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രോബ്ലം ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നത്, ആദ്യമായിട്ട് വന്നൊരു പ്രോബ്ലം ആണ്, അത് ലീനിയർ പ്രോഗ്രാമിംഗ് നിന്നൊരു പ്രോബ്ലം വന്നു. വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ തിയറി ഏരിയസിലോട്ട് പോകുമ്പോൾ QT എന്താണ്, അതിൻ്റെ യൂസസ്, ഫങ്ഷൻസ്, എസ്സേ ആയിട്ട് തിയറി ആയിട്ട് ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ് 3 ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ നേച്ചർ, നോർമലോ ബൈനോമിയലോ പോയിസണോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യത്തെ പേപ്പറിലും ഉണ്ടാവാറുണ്ട്. ദെൻ പ്രോബബിലിറ്റീനെ റിലേറ്റ് ചെയ്തുള്ള ബേസിക് ഒരു പ്രോബ്ലം നമുക്ക് എസ്സേക്ക് 5 മാർക്ക് എസ്സേക്ക് പ്രതീക്ഷിക്കാം. അതും കണ്ടുവരാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. LPPയുടെ പ്രോബ്ലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പ്രോബബിലിറ്റിയുടെ പ്രോബ്ലത്തിൻ്റെ കാര്യം പറഞ്ഞു. വന്നിട്ടുള്ള മറ്റൊരു തിയറി ചോദ്യമാണ് വാരിയസ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ഡീറ്റെയിൽ ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള തിയറിയാണ്. പിന്നെ തിയറംസ് ഓഫ് പ്രോബബിലിറ്റി, അതും തിയറി ആയിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എസ്സേ പാർട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കോറിലേഷൻ, റിഗ്രഷൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, പിന്നെ LPP, ദെൻ പ്രോബബിലിറ്റി, ഇതാണ് പ്രോബ്ലത്തിൽ. ദെൻ തിയറിയിലോട്ട് പോകുമ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് QTയുടെ ബേസിക് തിയറി, ഫങ്ഷൻസ്, യൂസസ് അത് നോക്കാം. പ്രോബബിലിറ്റിയുടെ 3 ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറി നോക്കാം. അതുപോലെ തന്നെ LPP, അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിംഗ് ടെക്നിക്സിൻ്റെ എക്സ്പ്ലനേഷൻ തിയറി ചോദിക്കാം. പ്രോബബിലിറ്റിയുടെ തിയറംസിൻ്റെ ഏരിയാസ് നോക്കാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കൂടിയിട്ട് നമുക്കൊരു 2 എസ്സേ കിട്ടാൻ അധികം പാടില്ല. പ്രോബ്ലം പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ കോറിലേഷനോ റിഗ്രഷനോ ചെയ്യാൻ അറിയുമെങ്കിൽ ഒരു പ്രോബ്ലം, പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നോ മറ്റേതെങ്കിലും ഒരു നിന്നുള്ള തിയറിയും കൂടിയും കിട്ടുകയാണെങ്കിൽ, 2 പ്രോബ്ലം കിട്ടിയാൽ സൂപ്പർ. ഒരു പ്രോബ്ലം ഒരു തിയറിയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് പാർട്ട് സിയും കംഫർട്ടബിൾ ആയിട്ട് കിട്ടും. പാർട്ട് എയും സിയും കൂടിയിട്ട് നമുക്ക് 25നേക്കാൾ കൂടുതൽ കിട്ടാൻ വല്ല പാടുണ്ടോ? ദെൻ മറ്റൊരു കാര്യം പറയാനുള്ളത് പാർട്ട് ബി. പാർട്ട് ബിയിൽ ശരിക്കും പറഞ്ഞാൽ പല ചോദ്യങ്ങളും പാർട്ട് സിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പാർട്ട് ബിയിൽ വരും. കോറിലേഷൻ ആവട്ടെ, റിഗ്രഷൻ ആവട്ടെ, പ്രോബബിലിറ്റിയുടെ പ്രോബ്ലംസ് ആവട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ തിയറി ചോദ്യങ്ങൾ വന്നത്, 2 പ്രോബ്ലം ആയിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ സ്കോർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് കുറവായിരുന്നു. എന്നാലും നമ്മൾ ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്ന QTയുടെ ബേസിക്സ്, ഫസ്റ്റ് ചാപ്റ്ററിലത്തെ കോറിലേഷൻ, റിഗ്രഷനിൽ നിന്ന് റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ, പ്രോബബിലിറ്റിയുടെ 3 ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ചോദ്യം വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കണം. പിന്നെ പ്രോബബിലിറ്റീനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ്, പിന്നെ കോറിലേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളയും റിഗ്രഷനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് പിന്നെ ആ ഒരു ഏരിയയിൽ വരാറ്. അപ്പോൾ അത് നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ നിങ്ങൾ നോക്കാം. മിനിമം ഞാൻ പറഞ്ഞ പാർട്ട് എയും സിയും കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ അതിലുള്ള പല കാര്യങ്ങളും നമുക്ക് പാർട്ട് ബിയിലും എക്സ്പെക്ട് ചെയ്യാം.
ഹൈ സ്കോറിലോട്ട് പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ള ചോദ്യങ്ങളൊന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ആപ്ലിക്കേഷൻ ഓഫ് ക്യൂട്ടി ഇൻ ബിസിനസ്, ക്യൂട്ടിയുടെ ബേസിക്സ്, ഫങ്ഷൻസും മറ്റു കാര്യങ്ങളും, പ്രോബിലിറ്റിയുടെ പ്രോബ്ലംസ്, 3 ഡിസ്ട്രിബ്യൂഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം, അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഇതിലേതെങ്കിലും ഒരു, അതുപോലെ തന്നെ പല തിയറംസ് ഉണ്ടല്ലോ, തിയറീസ് നമുക്ക് പ്രോബിലിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. LPPയുടെ സ്റ്റെപ്സ് തിയറി ചോദിച്ചിട്ടുള്ളതാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ തിയറി ചോദിച്ചിട്ടുള്ളതാണ്. സ്കാറ്റർ ഡയഗ്രാം അതിൻ്റെ മെറിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡിനെ പറ്റിയിട്ട് അതിൻ്റെ പ്രോബ്ലം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള പാർട്ട് ബി ആണ്. ഹൈ സ്കോറിലോട്ട് പോകുന്ന കുട്ടികൾക്ക് ഈ ഏരിയാസും കൂടി നല്ല രീതിയിൽ കവർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ 90% അടുത്ത് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ക്യൂട്ടിയുടെ നമ്മൾ ഏകദേശം പ്രതീക്ഷിക്കുന്ന റിപ്പീറ്റ് ചോദ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിർബന്ധമായും ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്യുക, എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. പാർട്ട് എയും സിയും നമുക്ക് മിനിമം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കും. വലിയൊരു പേപ്പറാണ് എങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ പോസിബിൾ ആണ് കേട്ടോ. സോ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ. നമ്മൾ ഇന്ന് ഇതിൻ്റെ മറ്റ് സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ട് എക്സാം റിലേറ്റഡ് ലൈവ് 8:30 ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ നൽകുന്നതാണ് കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.